Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. മക്കളുടെ കൂടെ എല്ലാരും സ്കൂളിലൊക്കെ പോയോ? Yes, ma'am. പോയി വന്നു. പോയി വന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് എക്സാമ്പിൾ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാവരും? മറന്നുപോയോ? അല്ലെങ്കിൽ റിപ്ലൈ തരുന്നില്ല ആരും. എഴുതിയിട്ടുണ്ടോ? നവമി എഴുതിയിട്ടുണ്ടോ? നവമി Yes, ma'am. എഴുതിയിട്ടുണ്ട്. എല്ലാവരെയും കൊണ്ട് ഞാൻ വായിപ്പിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അതിനു മുമ്പായിട്ട് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. ആരാ പ്രെയർ ചെയ്യുന്നേ? പ്രെയർ ആരാണ്? ആരുമില്ലെങ്കിൽ ഞാൻ ചെയ്യാം മാഡം. ഓക്കെ, ചെയ്തോളൂ കേട്ടോ. അതിനാ ജനനീം വന്ദേ ജനകം വന്ദേ ജനനീം വന്ദേ ജനകം വന്ദേ സകല ചരാചരനാദം വന്ദേ സകല ചരാചരനാദം വന്ദേ സദ്ഗുരു ചരണം സതതം വന്ദേ സദ്ഗുരു ചരണം സതതം വന്ദേ സദ്ഗുരു ചരണം സതതം വന്ദേ. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. അതിന് പാടുമോ നന്നായിട്ട്? കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തില്. ഇപ്പോ ക്ലാസ് ഒന്നും കണ്ടിന്യൂ ചെയ്യുന്നില്ല. കണ്ടിന്യൂ ചെയ്യട്ടോ. നല്ല ടാലന്റ് ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. താങ്ക് യു. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു സൗണ്ടിന്. താങ്ക് യു. ദെൻ സൈനിൻ ആരാണ്? എന്താണ് ഇത്ര താമസം പറയാനായിട്ട്? സൈനിൻ. നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ നമ്മുടെ ക്ലാസ് മുമ്പോട്ട് പോയില്ല കേട്ടോ. ആരെങ്കിലും സൈൻ ഇൻ ചെയ്യൂ. Good afternoon all. First of all, I would like to welcome our teacher Ashwati ma'am to the class section. I especially welcome all of you. Thank you all for joining us here today's class. Get ready for a memorable time and great experience. Let's make the most of the opportunity to learn, share ideas. Let's make this actually memorable in impactful class for you all. Thank you. Okay. Then Ma'am, thought of that.
ഓക്കെ, നൂറ മുഹമ്മദ് പറഞ്ഞോളൂ. Good afternoon, ma'am. Thought of the day. You have to dream before your dreams can come true. APJ അബ്ദുൽ കലാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പേ നിങ്ങൾ സ്വപ്നം കണ്ടേ മതിയാവൂ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഒരു അഞ്ചെണ്ണമാണ് നമ്മൾ എടുത്തത് അല്ലെ? ഡിഫൻസ് മെക്കാനിസം 5 സബ്സ്റ്റിറ്റ്യൂഷൻ വരെയല്ലേ നടത്തിയത്? ആണോ? യെസ് ഓർ നോ? Yes, ma'am. ഓക്കെ, അപ്പോ അതിന് എക്സാമ്പിള് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച സമയം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും എക്സാമ്പിൾ കേൾക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വൺ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നവമി സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. First one compensation ആണ്. അത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. എന്നാലും ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ കൂടെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോ ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ എനിക്ക് വീട്ടിലെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാരണം എനിക്കിത് എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് സിവിൽ സർവീസ്. പക്ഷെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഞാൻ ഇൻഫോയിൽ ജോലിക്ക് കയറി. പിന്നെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ കല്യാണം, ബേബി അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ആ ഒരു സംഭവം വിട്ടു ആക്ച്വലി. പക്ഷെ എന്റെ മനസ്സിലുണ്ടായിരുന്നു, എനിക്കത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറ്റിയില്ല. പക്ഷെ എനിക്ക് ഈ പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കുറെ പഠിക്കണം, കുറെ ഡിഗ്രീസ് എടുക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു ഭയങ്കര ആഗ്രഹം. പക്ഷെ ആ സമയത്ത് പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോ ഈ മോണ്ടസോറി കോഴ്സിന് ചേർന്നപ്പോ ഐ തിങ്ക് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത പോലെ ഒരു റീസ്റ്റാർട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പൊ എന്റെ പണ്ടത്തെ ആഗ്രഹങ്ങളെ വീണ്ടും ഇങ്ങനെ അതുപോലെ അതല്ലെങ്കിലും അത് മീൻസ് വീണ്ടും പഠിക്കാൻ പറ്റുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ അതൊരു കോമ്പൻസേഷൻ പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ശരിയാണ്. നെക്സ്റ്റ് വൺ റേഷണലൈസേഷൻ ആണ്. അത് ചെയ്ത കാര്യങ്ങള്, അതായത് നമ്മൾ ചെയ്ത ഒരു തെറ്റിനെ അല്ലെങ്കിൽ നമുക്ക് തെറ്റാന്ന് അറിഞ്ഞിട്ട് നമ്മൾ അതിനെ ന്യായീകരിക്കുന്നതിനെയാണല്ലോ റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ എന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ ആരെങ്കിലും എന്നെ കുറ്റം, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്റെ ഒരു പേഴ്സണൽ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. എനിക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് എന്നെ കാണണേ, പക്ഷെ ഞാൻ എന്റെ മുന്നിൽ നിൽക്കുന്ന ആള് എനിക്ക് ദേഷ്യമുള്ള അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാനുള്ള ആളാന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എനിക്ക് എന്താണോ സമാധാനം തരുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്താണോ സന്തോഷം തരുന്നത് അയാളുടെ റിപ്ലൈന്ന് അയാൾ എങ്ങനെ പറഞ്ഞാലാണോ അയാളുടെ ഭാഗത്തു നിന്നുള്ള എങ്ങനെയുള്ള ഒരു റിയാക്ഷൻ ഉണ്ടായാലാണോ ഞാൻ ഹാപ്പി ആവാന്നുള്ള നിലയ്ക്ക് അതും ഞാൻ തന്നെ പറയും. അപ്പൊ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. അതാണ് ഞാൻ ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം. അപ്പൊ റേഷണലൈസേഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളിപ്പോ എന്തായാലും എന്തെങ്കിലും കാര്യത്തിന് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്ന ഒരു കാര്യം ചിലപ്പോ എന്തെങ്കിലും ഇത് ഹോംവർക്ക് ഒക്കെ തരുമ്പോ ചിലപ്പോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ പറയും ബുക്ക് എടുക്കാൻ മറന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു, ബുക്ക് എടുക്കാൻ മറന്നു. അത് ഒരു അങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ എനിക്ക് ഇപ്പോഴത്തെ ഒരു ലൈഫിൽ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഈ റേഷണലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ പ്രൊജക്ഷൻ, പ്രൊജക്ഷനില് പ്രൊജക്ഷൻ ഞാൻ എഴുതിയിട്ടില്ല മാം. എഴുതിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് വായിച്ചോളൂ. ഐഡന്റിഫിക്കേഷൻ,
എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടാ. പാട്ട് പഠിച്ചിട്ടുണ്ട് കുറച്ചു നാള്. പക്ഷെ എനിക്ക് അതും എനിക്ക് പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ എനിക്ക് പാട്ട് പാടുന്നവരെ അല്ലെങ്കിൽ അങ്ങനത്തെ ആർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരോട് ഭയങ്കര ഇഷ്ടവും അതുപോലെ ആവണം എന്നൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. ഒരു എന്താ പറയാ, എനിക്ക് ഭയങ്കര ആരാധന എന്നൊക്കെ പറയില്ലേ, എനിക്ക് നന്നായി പാട്ട് പാടുന്നവര്, ഡാൻസ് കളിക്കുന്നവര്, എന്തെങ്കിലും ആർട്സ് ഒക്കെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് നല്ലോണം ഉണ്ട് ആക്ച്വലി. കാരണം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് ഞാൻ ആഗ്രഹിച്ചതൊന്നും ആക്ച്വലി എനിക്ക് മീൻസ് എന്താ കിട്ടിയിട്ടില്ല, പക്ഷെ എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒരുവിധം എല്ലാ കാര്യത്തിനും. അതിപ്പോ ലൈഫിൽ എന്തെടുത്ത് നോക്കിയാലും സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിപ്പോ പഠിച്ചതായാലും ജോലി ആയാലും എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു. കഴിഞ്ഞു അല്ലേ? യെസ്. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഇനി ആരാണ് നെക്സ്റ്റ്? വേറെ ആരാണ് എഴുതിയിട്ടുള്ളത്? ഷോനിമ എഴുതിയിട്ടുണ്ടോ? യെസ് മാം, കറക്റ്റ് ആണോന്ന് അറിയില്ല, എഴുതിയിട്ടുണ്ട്. വായിച്ചോളൂ. ഓക്കെ. ഡിഫൻസ് മെക്കാനിസം, കോമ്പൻസേഷനിൽ ഞാൻ മാത്സിൽ ഭയങ്കര വീക്കായിരുന്നു. ഒരു 10th വരെ ഞാൻ നല്ല വീക്കായിരുന്നു, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് സിംഗിങ്, ഡാൻസിങ് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം ഉള്ളൊരു മേഖലകളാണ്. കുറച്ച് നാൾ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്. അതാണ് കോമ്പൻസേഷന്റെ കാര്യത്തിൽ എനിക്ക് ഓർമ്മ വന്ന എക്സാമ്പിള്. റേഷണലൈസേഷൻ പറയുമ്പോൾ ഇതുപോലെ തന്നെ, ഇത് എക്സാക്ട്ലി എൻ്റെ ഒരു എക്സാമ്പിൾ അല്ല, ബട്ട് അവർ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതുപോലെ സ്പോർട്സിന്റെ ഒരു ഡേ റൺ ചെയ്യാനുള്ള ട്രാക്കിൽ നിന്നപ്പോ അവിടെ ഫുൾ ക്രൗഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. എന്റെ ഫസ്റ്റ് റണ്ണിങ് ആയിരുന്നു. എന്നെ മിസ് പിടിച്ചു കൊണ്ടിട്ടതാ. അപ്പൊ എനിക്ക് തീരെ താല്പര്യമില്ല, സ്പോർട്സിൽ അങ്ങനെ വലിയ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയല്ല. എന്നിട്ട് സാധാരണ പോലെ തന്നെ ഞാൻ ലാസ്റ്റ് ആയി, ഒരു എന്താ പറയാ, ഒരു 5th അങ്ങനെ ഒരു ഇതിലായി. അപ്പൊ ഞാൻ എന്നിട്ട് എല്ലാരോടും ഇങ്ങനെ ബ്ലെയിം ചെയ്തു, അത് ഫ്ലോർ അങ്ങനെ ആയിട്ടാണ്, അതിങ്ങനെ ആയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ പ്രൊജക്ഷൻ പറയാന്, ഇതെന്റെ എക്സ്പീരിയൻസ് അല്ല, ഞാൻ ഇമാജിൻ ചെയ്തൊരു സാധനമാണ്. ഒരു ജോലി ചെയ്യുന്ന ഒരാള് പറയുക, എന്റെ മാനേജർ എന്നെ ചീറ്റ് ചെയ്തു, മീൻസ് അങ്ങനെ ഒരു എന്താ പറയാ, മാനേജർ നല്ല ആളല്ല, അപ്പൊ ഞാനാണ് നല്ലത്. പക്ഷെ നേരെ തിരിച്ചായിരുന്നു സംഭവം. പുള്ളിക്കാരൻ നല്ലതായിരുന്നു, ഈ പറയുന്ന ആളായിരുന്നു അതില് കള്ളത്തരം കാണിച്ചത്. അത് കറക്റ്റ് ആണോ മാം? പ്രൊജക്ഷനില് ഐഡന്റിഫിക്കേഷന്റെ എക്സാമ്പിൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, എന്റെ സിസ്റ്ററിന്റെ കാര്യം. ഞാനും അവളും തമ്മിൽ ഒരു 7 years ഡിഫറൻസ് ഉണ്ട്. അപ്പോ അവള് ശരിക്കും എനിക്ക് എന്റെ ഫസ്റ്റ് ബേബി പോലെയാ. അവക്കും അത് എന്നെ ഒരു ചേച്ചി എന്നല്ല, മീൻസ് അവൾ എന്നെ പേരാ വിളിക്കുന്നേ, പക്ഷെ നമ്മൾ തമ്മിൽ അത്രയും ഭയങ്കര ബോണ്ടിങ് ആണ്. ആദ്യമൊക്കെ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു ഞങ്ങള്. ആദ്യം അവള് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ ഒരു 6 വയസ്സിലാണ് അവള് ജനിക്കുന്നത്. അപ്പോ കുറെ അറ്റൻഷൻ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ അവളൊരു എനിമീനെ പോലെയായിരുന്നു ട്രീറ്റ് ചെയ്തത്. പിന്നീട് എനിക്ക് മനസ്സിലായി ഇവളെ എനിക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു. എന്ത് കാര്യത്തിനും അച്ഛനോടും അമ്മേനോടും പറയുന്നതിന് മുന്നേ ഞാനും അവളും ഞങ്ങൾക്ക് എന്ത് ഇഷ്യൂ വന്നാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ ഹസ്ബൻഡും അവളെ അങ്ങനെയാ നോക്കുന്നത്. ഹസ്ബൻഡും സിസ്റ്റേഴ്സ് ഒന്നും ഇല്ല. അപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ അവളൊരു മോളെ പോലെ. അപ്പൊ
അവക്കിപ്പോ ജോലി കിട്ടി, അപ്പൊ മുംബൈയിലാണ്. അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഞാൻ അച്ചീവ് ചെയ്തതിനെക്കാട്ടും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവളൊരു ജോലി അച്ചീവ് ചെയ്തു. അങ്ങനെ അതൊരു ഭയങ്കര, അമ്മേനെക്കാളും ഞാനാ സന്തോഷിച്ചത്. കരഞ്ഞതൊക്കെ ഞാനാണ്. സബ്സ്റ്റിറ്റ്യൂഷനില് ഇതുപോലെ തന്നെ ഒരാള് ഇപ്പം എൻ്റെ ഒരു കസിൻ സിസ്റ്ററിന്റെ ലൈഫാണത്. അവൾക്ക് MBBS പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൾ അങ്ങനെ അതിനെ ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷെ ഫിനാൻഷ്യലി അവരെ കൊണ്ട് പറ്റിയില്ല ആ സമയത്ത്. അപ്പോ അവള് നഴ്സിംഗിലേക്ക് പോയി. ഇപ്പം ദുബായില് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവളെ സിസ്റ്റർ ഉണ്ട്, ഇപ്പം 3rd സിസ്റ്റർ ഉണ്ട്. അവളിപ്പം MBBS ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് അവക്കത് ഭയങ്കര ഒരു ഐഡന്റിഫിക്കേഷൻ, ആ ഒരു മെക്കാനിസത്തിലേക്ക് അവക്കത് റിഫ്ലക്ട് ആവുന്നുണ്ട്. അവള് ചെയ്യാത്തത് അവളെ സിസ്റ്റർ ചെയ്യുന്നത്. താങ്ക് യു മാം. ഓക്കെ ഓക്കെ. വേറെ ആരാണ്? വേറെ ആരാണ് എഴുതിയിട്ടുള്ളത്? തസ്നി ഷമീർ എഴുതിയിട്ടുണ്ടോ? തസ്നി ഷമീർ. ആതിര ടീക്ക് എഴുതിയിട്ടുണ്ടോ? ആതിര മാം എഴുതിയിട്ടുണ്ട്. ഫുള്ളും കറക്റ്റ് ആണോന്ന് അറിയില്ല. കോമ്പൻസേഷനില് പഠിത്തത്തിലൊക്കെ കുറച്ച് വീക്ക് ആയിട്ടുള്ള കുട്ടികൾ ഈ ക്രിയേറ്റീവ് ആയിട്ടും ആർട്സ് മേഖലയിലൊക്കെ കുറച്ചും കൂടി എബിലിറ്റി അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് ഒരു കോമ്പൻസേഷന്റെ എക്സാമ്പിൾ ആയിട്ട് എടുത്തു. പിന്നെ റേഷണലിസത്തില് ഒരാള് ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, എന്നിട്ട് ആ ജോബ് അയാൾക്ക് റിജക്റ്റ് ആയപ്പോ അതിന് റീസൺ ആയിട്ട് പറയുന്നത് എനിക്ക് ആ ജോബിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ പോയില്ല എന്നുള്ള മട്ടില് പറയുന്നതിന് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് എഴുതി. പിന്നെ പ്രൊജക്ഷനില് ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട് നീ എന്താ എത്ര ദിവസമായിട്ടൊന്നും വിളിക്കാത്ത എന്നൊക്കെ ചോദിക്കുമ്പോ നീ വിളിച്ചില്ലല്ലോ അപ്പൊ ഞാനും വിളിക്കില്ല എന്നുള്ള മട്ടില്. പിന്നെ ഐഡന്റിഫിക്കേഷനിൽ എന്റെ പേഴ്സണലായിട്ട് ഞാൻ കുറച്ച് IPL ഒക്കെ കാണുന്ന ആളാ. അപ്പോ നമ്മുടെ ഫേവററ്റ് ടീം വിന്നാവുമ്പോ നമുക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കണ ഒരു ഇതല്ലേ. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനില് എനിക്ക് BEd ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അന്നേരം അതിന് പറ്റിയില്ല. അപ്പോ ഡിസ്റ്റൻസ് ആയിട്ട് ഇപ്പൊ PGയും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഈ മോണ്ടിസോറിയും കൂടി ചെയ്യുമ്പോൾ അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എടുത്തു. അത്രേ ഉള്ളൂ. ഇനി ആരാണ്? നെക്സ്റ്റ് വൺ. എക്സാമ്പിൾ പറയട്ടോ. ആരുമില്ല? ഞാൻ എല്ലാവരോടും പറഞ്ഞോളൂ. അക്ഷ അല്ലേ? അതെ അതെ. കോമ്പൻസേഷൻ ഞാൻ എഴുതിയത് ഈ കാലുകളില്ലാത്തൊരു വ്യക്തി കാർ ഡ്രൈവ് ചെയ്യുന്ന, കൈകളില്ലാത്തൊരു വ്യക്തി കാലുകൾ കൊണ്ട്, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ, ജിൻഡു എന്ന് പറയുന്ന ഒരാള് ഇങ്ങനെ സീറ്റൊക്കെ പൊക്കി വെച്ചിട്ട് അവർ കാലും കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത്. എനിക്ക് പെട്ടെന്ന് അത് പറഞ്ഞപ്പോൾ ഇത് എഴുതാനാണ് തോന്നിയത്. അത് ശരിയാണോ മിസ്സേ? അതെ. പിന്നെ റേഷണാലിസം വന്നിട്ട് ഞാൻ എഴുതിയത് എക്സാമിന് പരാജയം സംഭവിച്ച എന്തോ അസുഖം വന്നതുകൊണ്ട്, ഞാൻ എപ്പോഴും പറയാനുള്ള അസുഖം അത് എനിക്കെന്തോ പനി വന്നതുകൊണ്ടാണ് ഞാൻ അതിന് തോറ്റുപോയെന്ന് പറയാറുണ്ട്. പിന്നെ എന്താ ഹോംവർക്ക് ഞാൻ ചെയ്യാതെ ബുക്ക് എടുത്ത് മാറ്റി വെക്കും, മാറ്റി വെച്ചിട്ട് ബാഗിൽ നിന്ന് ബുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ബുക്ക് കൊണ്ടുപോകുന്നില്ലെന്ന് പറയും, അതുണ്ട്. പിന്നെ പ്രൊജക്ഷൻ എഴുതിയത് ഡ്രൈവ് ചെയ്യുമ്പോൾ അപകടം സംഭവിച്ചത്, വണ്ടിക്ക് കുഴപ്പം സംഭവിച്ചത് കൊണ്ടാണ് ഡ്രൈവ് ചെയ്തപ്പോൾ, അല്ല എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ല, വണ്ടിക്ക് കുഴപ്പം സംഭവിച്ചത് കൊണ്ടാണ്, വണ്ടി കേടാഞ്ഞത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ അപകടം പറ്റിയെന്ന് ഞാൻ ഇങ്ങനെ ഒരാൾ പറഞ്ഞു കേട്ടതാ. പിന്നെ ഐഡന്റിഫിക്കേഷൻ ഞാൻ എഴുതിയത് നടീനടന്മാരോടും പിന്നെ എന്താ പാടുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട്
ഇങ്ങനെ പാടുന്നവരോടും ഈ അഭിനയിക്കുന്നവരോടൊക്കെ ഒരു ആരാധന. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ എഴുതിയിരിക്കുന്നത് എന്താ, എനിക്ക് PSC എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിൽ അത് പഠിച്ചാൽ ജോലി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സിന് ചേർന്നത്. അപ്പം എനിക്ക് ആഗ്രഹം അതായിരുന്നു. പക്ഷെ വീട്ടിലത് അങ്ങനെ അതിന് പോകണ്ട, അല്ലെ അത് എഴുതിയിട്ട് തന്നെ കുറേ നാൾ പിടിക്കും, അല്ലെ ജോലിയാകാൻ ഒത്തിരി നാൾ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വേറൊരു മേഖലയിലോട്ട് തിരിഞ്ഞത്. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതിയിരിക്കുന്നത്. അത്രേ ഉള്ളായിരുന്നു മിസ്സേ. ഓക്കെ അതെനിക്ക് മനസ്സിലായി. ഇനി ആരാണ്? നന്നായിട്ടുണ്ട് കേട്ടോ എക്സാം. ഇനി ആരാണ്? ഇനി ആരെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? നമുക്ക് ഈ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ഇതിനകത്ത് കണക്ട് ചെയ്യാം കേട്ടോ, റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കോമ്പൻസേഷൻ പറയുമ്പോഴും അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ പറയുമ്പോഴൊക്കെ നമുക്ക് വലിയ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ വലിയ ആളുകളുടെയൊക്കെ സ്റ്റോറി അറിയില്ലേ? അറിയാൻ പറ്റുമല്ലോ. ബുക്കുകളൊക്കെ വായിക്കാറില്ലേ? ഇല്ല, വായിക്കാറില്ല. ഇല്ല, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്തതിലോട്ട് പോകാം കേട്ടോ. നെക്സ്റ്റ് വൺ സബ്ലിമേഷൻ ആണ്. സബ്ലിമേഷൻ ആറാമത്തെ കേട്ടോ, നോക്കുക. It is a form of mechanism of substitution in which our unacceptable desires or activities are redirected into socially desirable channels. അതായത് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് ഒന്നിന്റെ കുറവ് നമുക്കുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകൾ നമുക്കുണ്ടെങ്കിൽ അത് നികത്തുന്നതിന് വേണ്ടിയിട്ട്, ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആശ്രയിക്കുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കുറവുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് സബ്ലിമേഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോ കുട്ടികളില്ലാത്ത രണ്ട് ദമ്പതിമാര്, ഓക്കെ, കപ്പിൾസ് ആണെന്ന് വിചാരിക്കും. അവർക്ക് കുട്ടികളില്ല. അപ്പൊ അതൊരു കുറവാണ് അവരുടെ, അല്ലെ? അതായത് എന്താ പറയാ, ഭയങ്കരമായിട്ട് എന്താ പറയാ, മെന്റലി നമ്മളെ വീക്ക് ആക്കും, നമ്മളെ ഭയങ്കരമായിട്ട് വിഷമത്തിലാക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളില്ലാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതൊരു കുറവാണ്. ആ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? നിങ്ങളൊന്ന് ഊഹിച്ചു പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ആ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട്? അഡോപ്റ്റ് ചെയ്യാം അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഓർഫനേജിലൊക്കെ പോയിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ്സ് കൊടുക്കാം, അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എല്ലാ വർഷവും അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലൊക്കെ എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ഓർഫനേജുകളിൽ പോയിട്ട് അവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവരെ താലോലിച്ച് അവർക്ക് മടങ്ങിപ്പോരാ, അല്ലെ? അപ്പൊ അവരുടെ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ ഓർഫനേജുകളിലൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ ആ കുറവ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവര് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് സബ്ലിമേഷൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സാമ്പിൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. സബ്ലിമേഷന്റെ പാവപ്പെട്ട കുട്ടികളെ സ്പോൺസർ ചെയ്യാൻ പറ്റും. എന്താണ്? പാവപ്പെട്ട കുട്ടികളെ സ്പോൺസർ ചെയ്യാൻ പറ്റും. പാവപ്പെട്ട ആളുകൾക്ക്. അജിത പറയൂ, ഒന്നുകൂടി പറയൂ അജിത. നമ്മുടെ ബന്ധുക്കളെ മക്കളെയൊക്കെ നോക്കുകയും അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. സഹോദരന്മാരുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കൊക്കെ അവരെ വീട്ടിൽ വിളിച്ച് വരുത്തി വളർത്തുകയും അവരെ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുക. അപ്പൊ അവർക്കും സന്തോഷം കിട്ടും. അതെ, അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. ഷോനിം എന്താണ് പറഞ്ഞു വന്നത്?
പാവപ്പെട്ട കുട്ടികളെ സ്പോൺസർ ചെയ്യാൻ പറ്റും അവർക്ക് സ്റ്റഡീസിലും അങ്ങനെ. അതെ, പാവപ്പെട്ട കുട്ടികളെയൊക്കെ സ്പോൺസർ, പിന്നെ സ്റ്റഡീസിലും കാര്യങ്ങളൊക്കെ സഹായിക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ഒന്നിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലേ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ആളുകള് നമ്മൾ കാണാറുണ്ട്, ചിലപ്പോ മക്കളൊക്കെ മരിച്ചു പോയി, അതായത് ചില കേസുകളിൽ നമുക്കറിയാലോ, മകനോ മകളോ ഒക്കെ മരിച്ചു പോകുന്ന കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ അസാധാരണമായിട്ട് മക്കൾക്ക് മരണം സംഭവിക്കാറുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പാരന്റ്സ് എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ഓർമ്മ ദിവസങ്ങളിലൊക്കെ എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട, മക്കൾക്ക് ഇഷ്ടപ്പെട്ട, ആരാണോ മരിച്ചത്, മകൻ അല്ലെങ്കിൽ മകളായിക്കോട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ചിലവര് എല്ലാവർക്കും, അതായത് അനാഥർക്ക് അല്ലെങ്കിൽ വയസ്സായവർക്കൊക്കെ ആഹാരം കൊടുക്കാറുണ്ട്, അന്നദാനം നടത്താറുണ്ട്. അതുപോലെ തന്നെ വസ്ത്രം എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താറുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് സബ്ലിമേഷന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അല്ലെങ്കിൽ അവരുടെ ഒരു ആ മകന്റെ ആബ്സെൻസിൽ അവരുടെ പ്രസൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാരന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് സബ്ലിമേഷന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. ഒന്നിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊന്നിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then next one റിപ്രഷൻ ആണ്. ഓക്കെ, എന്താണ് റിപ്രഷൻ എന്ന് നോക്കാം. Freud describes it as a basic mechanism in which our strong emotional ideas and uncomfortable memories which do not agree with our social values and norms are split off from consciousness and thrown into the unconscious. In other words, it is a process of unconscious forgetfulness of our unpleasant and conflict producing emotions and desires. അതായത് ഈ റിപ്രഷൻ എന്ന് പറയുന്നത് ഒരു തരം അടിച്ചമർത്തൽ എന്നാണ് പറയാ. ഈ ഫ്രോയിഡ് എന്ന് പറഞ്ഞ ആരാണ്? ഫ്രോയിഡ് ആരാണ് ഒന്ന് പറഞ്ഞ ആരെങ്കിലും? ഫ്രോയിഡ് ആരാ? കേട്ടിട്ടുണ്ടോ? ഫ്രോയിഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ആരും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്? ആരാണ് ഫ്രോയിഡ്? ആരാ ഫ്രോയിഡ്? സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സിഗ്മണ്ട് ബേസ് ചെയ്തിട്ടുള്ള ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആരാണ്? സൈക്കോളജിസ്റ്റ് ആണോ മാം? ചൈൽഡ് സൈക്കോളജിനെ പറ്റി പറഞ്ഞ ഒരാളാണ്. ഫാദർ ഓഫ് സൈക്കോളജി ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്, അല്ലെ? അപ്പൊ ഫ്രോയിഡ് എന്ന് പറയുന്നത് അദ്ദേഹം മനസ്സിനെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ബോധ മനസ്സ്, രണ്ട് നമ്മുടെ അബോധ മനസ്സ്, അല്ലെ? ഞാൻ നിങ്ങൾക്ക് മണിച്ചിത്രത്താഴിലെ എന്തെങ്കിലും എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ സിനിമയിലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അല്ലേ? ഓക്കെ, അവിടെ ശോഭന എന്ന് പറയുന്ന ക്യാരക്ടറിന് ബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്. ഓക്കെ, അപ്പൊ ഈ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു മനുഷ്യനാവുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് രണ്ടു തരം മനസ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ബോധ മനസ്സ്, രണ്ട് അബോധ മനസ്സ്. ബോധ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ, അബോധ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ എന്ന പോലെ ആകുന്ന അവസ്ഥയാണത് അബോധ മനസ്സ്. നമുക്ക് അറിയാൻ പറ്റില്ല അതായത് അബോധ മനസ്സിൽ നമ്മൾ ഒരു കാര്യം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അബോധ മനസ്സിൽ ചെയ്യുവാണെങ്കിൽ നമുക്കത് ഓർമ്മയുണ്ടാവില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇവിടെ പറയുന്നത് ഇതൊരു തരം അടിച്ചമർത്തലാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മള് അത് അബോധ മനസ്സിലേക്ക് താഴ്ത്തും, അല്ലെങ്കിൽ അബോധ മനസ്സിൽ കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ പാരന്റ്സിനോട് ഷെയർ ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തിട്ടില്ല, അങ്ങനെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അത് നമ്മുടെ മനസ്സിൽ മാത്രമാണ് ഉണ്ടാവുക, അല്ലെ? കുറെ നാള് നമ്മുടെ മനസ്സിലുണ്ടാവും, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും, നമുക്ക് വേദന ഉണ്ടാവും, ഭയങ്കരമായിട്ട് പെയിൻ നമ്മൾ അനുഭവിക്കും. കുറച്ചു നാള് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ അബോധ മനസ്സിൽ കുഴിച്ചു മൂടും.
പിന്നീട് നമുക്കത് ആ ഒരു പ്രശ്നമല്ലാതായിട്ട് മാറും. എപ്പോഴാണ് ആ പ്രശ്നമല്ലാതായിട്ട് മാറുന്നത്? നമ്മുടെ അബോധ മനസ്സിൽ അത് കുഴിച്ചു മൂടുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് ആ സാധനം അല്ലെങ്കിൽ ആ നടന്ന സംഭവം അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം എന്ത് ചെയ്തു, മറന്നുപോയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഒരു കാര്യം? ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ഏതെങ്കിലും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ചെറുപ്പകാലഘട്ടത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരു വലിയ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങൾക്കത് താങ്ങാൻ പറ്റാത്തതായി. പക്ഷെ ഇപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് വലിയൊരു പ്രോബ്ലം ആയിരുന്നു, പക്ഷെ നിങ്ങൾ അതിനെ നിങ്ങളുടെ അബോധ മനസ്സിൽ എന്ത് ചെയ്തു, കുഴിച്ചു മൂടി. അതുകൊണ്ട് ഇപ്പോ ആ പ്രശ്നം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു പ്രശ്നമാകുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് അബോധ മനസ്സിലേക്ക് കുഴിച്ചു മൂടും. മനഃപൂർവം അത് മറക്കാനായിട്ട് ശ്രമിക്കും. ദാറ്റ് ഈസ് റിപ്രഷൻ. ഓക്കെ, മനുഷ്യൻ എന്തുകൊണ്ടാണ്, അതായത് മനുഷ്യൻ ഏറ്റവും വലിയൊരു ശക്തിയാണ് ലോകത്തിലെ തന്നെ, അല്ലെ? അതായത് പലതരം എന്താ പറയാ ചാലഞ്ചസ് മനുഷ്യൻ നേരിടുന്നുണ്ടാവും, പലതരം കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ എല്ലാത്തിനെയും ഓവർകം ചെയ്ത് പുതിയ ഒരാളായിട്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പോലെ ഉള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കും, അല്ലെ? മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അത് ഈ ഒരു എന്താ പറയാ അബോധ മനസ്സ് ഉള്ളതുകൊണ്ടാണ്. അബോധ മനസ്സ് ഉള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇപ്പോ ഒരു രണ്ട് കൂട്ടുകാർ തമ്മിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഭയങ്കരമായിട്ട് തിക് ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കാം. ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇവര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്ക് മറിഞ്ഞു. ഇപ്പൊ രണ്ട് കൂട്ടുകാരിൽ ഒരു കൂട്ടുകാരൻ മരിച്ചുപോയി. ഭയങ്കരമായിട്ട് തിക് ഫ്രണ്ട്സ് ആണ്. അപ്പൊ നേരിട്ട് കാണുവാണ് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂട്ടുകാരന്റെ മരണം, അല്ലെങ്കിൽ രണ്ട് കൂട്ടുകാരിൽ ഒരാള് കാണുവാണ്, ഒരാളുടെ മരണം പോവാണ്. കൂടെയുള്ള ആളുടെ ഡെത്ത് നേരിട്ട് കാണുവാണ്, അയാള് മരിക്കുന്നതൊക്കെ കാണുവാണ്. അപ്പൊ ഇയാൾക്ക് എന്തുണ്ടാവാം? കുറെ നാളത്തേക്ക് ഇതിന്റെ ഒരു വിഷമം ഉണ്ടാവാം, ഇല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് അയാൾ ഉണ്ടാവില്ലേ? കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് മരണപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലയോ? ഉണ്ടാവും. എത്ര നാളത്തേക്ക് ഉണ്ടാവും? എത്ര നാളത്തേക്കാണ് ഉണ്ടാവുക? കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും അല്ലെ? കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. ഓക്കെ, എപ്പോഴും അതിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആ ഒരു രംഗം മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ പേടിയായിരിക്കും, ഭയങ്കര പേടി ഉണ്ടാകും. കാരണം നമ്മൾ അടുത്ത് നേരിട്ട് കണ്ടതാണ്, അപ്പൊ പേടി ഉണ്ടാകും. അതുപോലെ തന്നെ ആ ഡെത്ത് നടന്ന സ്പോട്ടില് അല്ലെങ്കിൽ സ്പോട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ട് പോവാനോ നമ്മൾ പേടിക്കും, അല്ലെ? ആ മരണം നടന്ന സ്ഥലം കാണുമ്പോൾ ആ ഒരു ദൃശ്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരും. അത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? അത് അബോധ മനസ്സിൽ കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും. ആ ആക്സിഡന്റ് നടന്ന രംഗങ്ങള് നമ്മൾ മറക്കാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ വീണ്ടും ഓർത്തെടുക്കുന്നത് അത് നമ്മൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അബോധ മനസ്സിൽ കുഴിച്ചു. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു ആക്സിഡന്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പല രീതിയിൽ ഉള്ള വിഷമങ്ങൾ നമുക്ക് ഉണ്ടാവാം, പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ട വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അബോധ മനസ്സിൽ കുഴിച്ചു മൂടുകയാണ് ചെയ്യേണ്ടത്. കുഴിച്ചു മൂടിക്കഴിഞ്ഞാല് പിന്നെ നമുക്കത് ബോധ മനസ്സിലേക്ക് ആ ഒരു കാര്യം വരില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാല് ഈ പ്രണയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പ്രണയ നൈരാശ്യം. അതായത് ഒരാളെ ചതിച്ചു, അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പരസ്പരം ചതിക്കുന്നവരുണ്ടായോ, അല്ലെ? ഇപ്പോഴത്തെ കാലത്ത് തേച്ചിട്ട് പോകുന്നു അങ്ങനെ പറയുമല്ലോ. തേച്ചിട്ട് പോയി, അല്ലെങ്കിൽ അവള് തേച്ചിട്ട് പോയി, അവൻ തേച്ചിട്ട് പോയി എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഈ പ്രണയ നൈരാശ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു സ്റ്റേജില്, അതായത് ഭയങ്കരമായിട്ട് ഇപ്പൊ വർഷങ്ങള് എടുത്തിട്ടായിരിക്കാം, ചിലപ്പോ ഒരു വർഷങ്ങളോളം പ്രണയിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. പെട്ടെന്ന് ഒരു ദിവസമാണ് ഒന്നില്ലെങ്കിൽ പെൺകുട്ടി പറയാം എനിക്ക് നിന്നെ വേണ്ടത്, അല്ലെങ്കിൽ ആൺകുട്ടി പറയാം എനിക്ക് നിന്നെ വേണ്ടത്. പല കാരണങ്ങൾ കൊണ്ടാകാം ചിലപ്പോ അത് സംഭവിക്കുന്നത്.
അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പെയിൻ ആണ് ഉണ്ടാവുക, അല്ലെ? പ്രണയിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആരും പ്രണയിച്ചിട്ടില്ല? ഇല്ല, പ്രണയിച്ചിട്ടില്ല. ഓക്കെ, നല്ല കുട്ടിയാണ്. ഓക്കെ, അപ്പൊ ആ സമയത്തൊക്കെ ഉണ്ടാവുക ഭയങ്കരമായിട്ടുള്ള പെയിൻ. കാരണം നമ്മുടെ മനസ്സിനെ എന്താ പറയാ ഭയങ്കരമായിട്ട് എന്താ പറയാ സ്ട്രെസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെയിൻ തരുന്ന ഒരു കാര്യമാണ് ഈ പ്രണയം എന്നൊക്കെ പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കുറച്ച് നാൾ നമുക്ക് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം എന്താണ് നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ മാക്സിമം, അതായത് ആ വ്യക്തിയെ മറക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. പ്രണയിച്ചിട്ടുള്ളതാണോ പെണ്ണോ ആയിക്കോട്ടെ, ആരാണോ നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ടുള്ളത് ആ വ്യക്തിയെ ബോധപൂർവം നമ്മൾ എന്ത് ചെയ്യും? മറക്കാനായിട്ട് ശ്രമിക്കും. അബോധ മനസ്സിൽ ആ വ്യക്തിയുടെ ചിത്രം നമ്മൾ കുടിച്ചു പോകും. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? റിപ്രഷന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ റിഗ്രഷൻ ആണ് കേട്ടോ. റിപ്രഷൻ വേറെയാണ്, റിഗ്രഷൻ വേറെയാണ്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. റിഗ്രഷൻ നമുക്ക് നോക്കാം എന്താണെന്ന്. Some people do not come across the problems of life with strain and stress in a mutual way. They revert or go back to an immature or childish level of behavior and thus avoid the pain. Suffering a conflict or tension, this mode of behavior is called regression. അതായത് ഒരു വ്യക്തിക്ക് മുൻപ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കിട്ടുന്നില്ല. കിട്ടുന്നതിന് വേണ്ടി അവർ പഴയ പോലെ ആകാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു വ്യക്തിക്ക് മുൻപ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ അതേപോലെ കിട്ടുന്നില്ല. എന്നാൽ അങ്ങനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പഴയ പോലെ ആകാനായിട്ട് ശ്രമിക്കുന്നു. ഇത് നമ്മൾക്ക് റിഗ്രഷൻ എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കുഞ്ഞുങ്ങള് നമുക്കറിയാം, അതായത് ഒരു കുട്ടി ഉള്ള സമയത്ത്, അതായത് മൂത്ത കുട്ടിക്ക് ഒരു 10 വയസ്സുള്ള ഒരു സമയത്താണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ 10 വയസ്സ് വരെ അച്ഛനമ്മമാരുടെ സ്നേഹലാളനങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ആ കുട്ടി വളർന്നു വന്നത്, അല്ലെ? വേറൊരു ആളും ഇല്ല, സഹോദരങ്ങളൊന്നും തന്നെ ഇല്ല. ഈ കുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. ചേച്ചിയോ ചേട്ടനോ ഒന്നും തന്നെയില്ല. 10 വയസ്സ് വരെ അച്ഛനമ്മയുടെ പെറ്റായിരുന്നു കുട്ടി. ഭയങ്കര എന്താ ഒറ്റ മോനെന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഭയങ്കര രീതിയിലുള്ള കെയറും കാര്യങ്ങളും സ്നേഹമൊക്കെ കൊടുക്കുമല്ലോ. അപ്പൊ പെട്ടെന്നാണ് രണ്ടാമത്തെ കുട്ടിയുടെ ജനനം. ഈ രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ എന്താണ് ഉണ്ടാവുക? എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. എന്താ സംഭവിക്കുക? നമുക്ക് ഇഷ്ടപ്പെടില്ല ഒന്നും. മൂത്ത കുട്ടിക്ക്, നേരത്തെ ചോദിച്ചോ പറഞ്ഞു, മൂത്ത കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെ? ചില കുട്ടികൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതും റയർ ആയിട്ടുള്ള കേസുകളാണ് കേട്ടോ. മൂത്ത കുട്ടികളാവുമ്പോൾ അത് ഇളയ കുട്ടിക്ക് മൂത്ത കുട്ടികളെ തനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കെയർ കൊടുക്കുന്നു, കൂടുതൽ സ്നേഹം കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മൂത്ത കുട്ടി കാണുവാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ 10 വയസ്സ് വരെ, ഞാനിപ്പോ ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ കാര്യമാണ്. 10 വയസ്സ് വരെ ആ കുട്ടിക്ക് കിട്ടിയ കാര്യങ്ങൾ ഇളയ കുട്ടി വന്നതിന് ശേഷം ആർക്ക് ലഭിക്കുന്നില്ല? ആർക്കാണ് ലഭിക്കാത്ത? ആർക്കാണ്? മൂത്ത കുട്ടിക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ചില കാര്യങ്ങൾ ആ കുട്ടി ചൈൽഡിഷില്, അതായത് കുട്ടിയുടെ തീരെ ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങൾ വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, നഖം കടിക്കും. കുഞ്ഞുങ്ങളെ പോലെ, അല്ലെങ്കിൽ നഖം ഇങ്ങനെ ചില വിരൽ ഇങ്ങനെ ഇതാക്കില്ലേ, കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ അറിയാലോ, വിരൽ ഇങ്ങനെ ചപ്പില്ലേ, അതുപോലെ ചെയ്യുന്നു. അതുപോലെ തന്നെ ബെഡിൽ മൂത്രം ഒഴിക്കുന്നു, യൂറിൻ പാസ് ചെയ്യുന്നു. ഇതൊക്കെ കുഞ്ഞായിരുന്നപ്പോ ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ ഈ 10 ആയിരിക്കുന്ന ആ സമയത്തും ഈ കുട്ടി കുഞ്ഞുങ്ങളെ പോലെ പെരുമാറാനായിട്ട് ശ്രമിക്കും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്ന? കുട്ടി ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, വേണ്ടിയിട്ട്.
ഓക്കെ, അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്? അതായത് തീരെ ചെറുപ്പത്തിൽ ആ കുട്ടി എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ പെരുമാറാൻ, ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ, അതായത് അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ. കുട്ടികളുടെ ഡിഫൻസ് മെക്കാനിസവുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താ പറയാ, കൂടുതലായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാവും പറ്റുമല്ലേ, പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് രണ്ടാമത്തെ കുട്ടി വരുന്നതെങ്കിൽ ആ ഒരു കൂടുതലായിട്ട് ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങള് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും. ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ? ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ചൈൽഡിഷ് ആയിട്ട് കുഞ്ഞുങ്ങൾ ബിഹേവ് ചെയ്യുന്നത് വലിയ കുട്ടികളാണെങ്കിൽ? ഇല്ല, നിങ്ങൾക്ക് മാത്രമൊന്നും പറയാനില്ല. എന്താണ്? ജയറാമിന്റെ മോനും കൂടിയിട്ട് ഒരു പടം ഉണ്ടല്ലോ, അതില് എന്ന് പറഞ്ഞ ഫിലിം ഉണ്ട്. അതിലുണ്ടല്ലോ, എന്നിട്ട് അവരെ മുടി സ്കൂൾക്ക് പോകുമ്പോ ആദ്യമൊക്കെ മുടി ചീകി കൊടുത്തിരുന്നത് അമ്മയാണ്. അപ്പൊ കുഞ്ഞായി നോക്കുമ്പോ അമ്മക്ക് ചീകി കൊടുക്കാൻ ടൈമില്ല. അപ്പൊ അവൻ വാശി പിടിക്കും, തനിയെ ചെയ്യില്ല. ഫോട്ടോ എടുക്കുമ്പോ അമ്മയുടെയും അച്ഛന്റെയും കൂടെ ആദ്യം ഫോട്ടോ എടുത്തിരുന്ന് അവനായിരുന്നു. പിന്നെ കുഞ്ഞാന്ന് നോക്കുമ്പോ കുഞ്ഞായി. അപ്പൊ അതൊക്കെ ദേഷ്യം വന്നിട്ട് എന്താ പനി വരാനാന്ന് പറഞ്ഞത് സ്പ്രേ ചെയ്തിട്ട് ഇതാവണം മരിച്ചു പോണൊക്കെ ഒരു ഫിലിം. നല്ലൊരു എക്സാമ്പിൾ അല്ലേ അത്? അതെ, എക്സാമ്പിൾ ആണ്. എന്റെ വീട് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഫിലിമിന്റെ പേര് ഓർമ്മയില്ല. അതെ, ആ സിനിമയാണ്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ഈ ഒരു ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അത് എന്റെ എക്സാമ്പിൾ അല്ല. മോൻ ഭയങ്കര മൈക്കിൾ ജാക്സൺ ഫാൻ ആണ്. അപ്പൊ മൈക്കിൾ ജാക്സന്റെ വീഡിയോസ്, പിന്നെ ആളുടെ ലൈഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളിങ്ങനെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ആൾക്ക് ഈ ചൈൽഡ്, അതായത് കുട്ടിയായിരുന്ന സമയത്തെ കാര്യങ്ങളൊന്നും മിസ് ചെയ്യാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോ അതിനുവേണ്ടി പിന്നെ ആളൊരു പീറ്റർ പാൻ ഒബ്സെഷൻ അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആള് ചെയ്തിരുന്നത് മീൻസ് അങ്ങനെ ഭയങ്കര എന്താ പറയാ ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ആളാണ് ഈ മൈക്കിൾ ജാക്സൺ എന്നാണ് പറയുന്നത്. അപ്പൊ ആൾ ഒരിക്കലും ആളുടെ കുട്ടിക്കാലം മിസ് ചെയ്യാൻ താല്പര്യമില്ലാതെ അത് വീണ്ടും ഇപ്പോഴും അതേ കാര്യങ്ങൾ തന്നെ ലൈഫ് ടൈം ആളുടെ മരണം വരെ ആള് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും അതെ. അപ്പൊ ഈ റിഗ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അതെ, ശരിയാണ്. അടുത്തത് നെഗറ്റീവ്സ് ആണ് കേട്ടോ. സം ഇൻഡിവിജ്വൽസ് റിയാക്ട് ടു ബാഫ്ലിംഗ് സിറ്റുവേഷൻ ബൈ ബിക്കമിങ് നെഗറ്റീവ്. This means they do not attack the problem or obstacle which challenge them. Instead, they become contradictory, stubborn and rebellious, disobedient, temper, tantrum, and defines and expressions of their negatives. നമുക്ക് പേര് പോലെ തന്നെ അറിയാൻ പറ്റും എന്താണ് നെഗറ്റീവിസം. നെഗറ്റീവിസം എന്താണ്? നെഗറ്റീവിസം, വാട്ട് ഈസ് മീൻ ബൈ നെഗറ്റീവിസം? പേരിൽ തന്നെ ഉണ്ട്. എന്തായിരിക്കും? എന്താണ് നെഗറ്റീവായിട്ട് കാണുന്ന ഒരു പ്രക്രിയ? അതെ, അതായത് ചില ആളുകൾ ഉണ്ടല്ലേ, ചില ആളുകളെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അതായത് എല്ലാ ആളുകളും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില ആളുകളുണ്ട്, അവരെല്ലാ കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടാണ് കാണാം. ഇപ്പോ എന്ത് കാര്യം പറഞ്ഞാലും, ഇപ്പൊ നമ്മള് തമാശക്കുള്ള കാര്യങ്ങൾ പറഞ്ഞാലും അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വ്യക്തികൾ എന്ന് പറയുന്നത് ചാലഞ്ചസ് നേരിടാൻ തയ്യാറല്ല. വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ അത് നേരിടാനായിട്ട് തയ്യാറായിട്ടുള്ള ആളുകളല്ല, അതിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ കൂടെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് കല്ലുപോലെ നിൽക്കും. ഒരു ഭാവവ്യത്യാസവും ഇല്ലാണ്ട്. ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ഓഫീസില് ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. പെട്ടെന്ന് ഒരാൾക്ക് അപകടം സംഭവിച്ചു. ബാക്കിയുള്ള എല്ലാ ആളുകളും
ഈ അപകടം പറ്റിയ ആളുടെ അടുത്തേക്ക് ഓടി അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഇവിടെ ഒരു വ്യക്തി ഉണ്ട്, ഇത് നെഗറ്റീവിസം ഉള്ള ഒരാളാണ്. ആ വ്യക്തി എന്ത് ചെയ്തു? ആ പ്രശ്നം കണ്ടിട്ട് വെറുതെ കല്ല് പോലെ നിൽക്കുകയാണ്. കാരണം അയാൾക്ക് അവിടെ ഒന്നും തന്നെ ചെയ്യാനില്ല. അങ്ങനെ ഒരു എന്താണ് മാനസിക എന്താ പറയാ ഒരു മെന്റൽ കണ്ടീഷനുള്ള വ്യക്തികളെ നമുക്ക് എന്താ പറയാ നെഗറ്റീവ് ക്യാരക്ടറായിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ടോ? എന്ത് വന്നാലും കല്ല് പോലെ നിൽക്കുന്ന വ്യക്തികള്, അതായത് എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് കാണുന്ന വ്യക്തികള് നിങ്ങളുടെ പരിചയത്തിലുണ്ടാവും? നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു കാർട്ടൂൺ ദ സിംപ്സൺസ് എന്ന് പറഞ്ഞിട്ട്, അതില് ബാർട്ട് സിംപ്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്. സിംപ്സൺ ഫാമിലിയിലത്തെ ഫസ്റ്റ് ബോൺ ചൈൽഡ് ആണ്. ആളുടെ അടുത്ത് എന്ത് ചോദിച്ചാലും ആള് നോന്ന് മാത്രമേ പറയുള്ളൂ. എന്ത് കാര്യത്തിന്, അതിപ്പോ എന്ത് കാര്യം ആയിക്കോട്ടെ, അതിനെല്ലാം നോ മാത്രമേ ആൾ പറയുള്ളൂ. അതിപ്പോ റീസൺ വേണമെന്നൊന്നുമില്ല, പക്ഷെ എപ്പോഴും നോ മാത്രമേ പറയൂ. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇൻസൾട്ടിങ് ബിഹേവിയർ ആയിരിക്കും. അതായത് പരിഹസിക്കുന്ന ഒരു തരം ബിഹേവിയർ ഉണ്ടാകും. എപ്പോഴും നമ്മളെ കളിയാക്കുന്ന ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ത് കാര്യം നമ്മൾ നേടിയാലും അല്ലെങ്കിൽ എന്ത് കാര്യം അവരോട് പറഞ്ഞാലും പെട്ടെന്ന് നമ്മളെ കളിയാക്കും, പരിഹസിക്കും. അങ്ങനെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ഉണ്ടാവും? ഉണ്ട്, കണ്ടിട്ടുണ്ട് അല്ലേ? കോണ്ടാക്ട് ഇല്ല മാം, പക്ഷെ ഇങ്ങനെ കുറച്ച് നെയ്ബേഴ്സ് എല്ലാം ഉണ്ടാവില്ലേ നാട്ടിലൊക്കെ പോയാല്, നമ്മളിപ്പോ ഇവിടുന്ന് നാട്ടിൽ പോയാല് നമ്മളെ ഡ്രസ്സിങ്ങും അതിനൊക്കെ വിലയിരുത്തൂലേ ചെറിയ ആൾക്കാര്. എന്താ പറയാ, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ നന്നായിട്ട് ഡ്രസ് ചെയ്യുന്നതോ ജീവിക്കുന്നതോ, അങ്ങനത്തെ കുറച്ച് മൈൻഡ്. ചിലപ്പോ എൻ്റെ ഒരു നെയ്ബർ ഉണ്ട്, ഐ കാൺ സേ ദ നെയിം. അവരിപ്പോ ഞാൻ തടിച്ചിട്ട് പോയാൽ പറയും അയ്യോ തടിച്ചല്ലോ, ഇങ്ങനെ തടിച്ചാ എങ്ങനെയാ. ഞാൻ പറയും അയ്യോ ഒന്നും കഴിക്കുന്നില്ലേ, ഒന്നും ഇല്ലേ കഴിക്കാനില്ലേ, ഇതൊക്കെ അങ്ങനെ പറയും. മുടി വെട്ടിയിട്ട് പോയാൽ പറയും അയ്യോ ഇതല്ല അതായിരുന്നു നല്ലത്. മുടി വളർത്തിയിട്ട് പോയാൽ പറയും അയ്യോ ഇതല്ല ഇതായിരുന്നു നല്ലത്. അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ നെഗറ്റീവ് കാണുന്ന ആൾക്കാരില്ല. അങ്ങനെ ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്, ഒരാളൊന്നുമില്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ശരിയാണ്. ഷോനിയോ പറഞ്ഞ പോലെ എല്ലാത്തിനും കുറ്റം, എന്ത് ചെയ്താലും കുറ്റം, അല്ലെങ്കിൽ എന്ത് ചെയ്താലും നെഗറ്റീവായിട്ട്. തടി വെച്ചാൽ പറയും ഭയങ്കരമായിട്ട് തടിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ വണ്ണം വെക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മൾക്ക് തന്നെ ഒരു എന്താ പറയാ, നമ്മളോട് തന്നെ ഉള്ള ഒരു ആത്മവിശ്വാസം ഇല്ലാതാക്കി കളയും. നമ്മുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കി തീർക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മാം, എനിക്ക് ഫേസ് ഓയിലി സ്കിന്നാ. അപ്പൊ എനിക്ക് ഇവിടുന്ന് കുഴപ്പമില്ല, ഇങ്ങനെ പിമ്പിൾസ് ഒന്നും അധികം വരില്ല. പക്ഷെ നാട്ടിലത്തെ ക്ലൈമറ്റിൽ ചൂടിലെത്തുമ്പോ എനിക്ക് ഡസ്റ്റ് ഒക്കെ ആകുമ്പോൾ പിമ്പിൾസ് വരും. അപ്പൊ ഈ പറയുന്ന നെയ്ബറും ഉണ്ട് ഈ കൂട്ടത്തില്. അത് അയ്യോ ഇത് നിന്റെ ഫോട്ടോ കാണാൻ ഇങ്ങനെ ഇല്ലല്ലോ, ഇത് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര, കഴിഞ്ഞ വർഷം വരെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് നാട്ടിൽ പോകുമ്പോ. പിമ്പിൾ വരുമോ. ഞാനിങ്ങനെ ഒരു പിമ്പിളൊക്കെ വന്നിട്ട് അയ്യോ തുടങ്ങിയോ, ഇനിയിപ്പോ കൂടുവോ, ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് എല്ലാവരും ഇത് പറയോ. എനിക്ക് തന്നെ ഭയങ്കര മെന്റലി അത് ഭയങ്കര ഒരു പ്രശ്നമാവും ആ സമയത്ത്. ഞാൻ ഇവരൊക്കെ ഫേസ് ചെയ്യാണ്ട് ചിലപ്പോ പോവും. ഭയങ്കര മെന്റൽ ഒരു ട്രോമ സ്റ്റേജ് ആയിരുന്നു ആ സമയത്ത്. എനിക്ക് തന്നെ തോന്നും, മീൻസ് എനിക്ക് ഒരു നെവർ മൈൻഡ് ആളാ ഇങ്ങനെ വന്നാൽ. പക്ഷെ ഇവരിങ്ങനെ ഇത് ഭയങ്കരമായിട്ട് പറയുമ്പോ ഞാനിങ്ങനെ ഒരു ഒബ്സസ്ഡ് മൈൻഡ് ആയി പോകും. ഞാൻ വിചാരിക്കും അയ്യോ ഇത് ഭയങ്കര പ്രശ്നമാണോ, ഇതെന്താ ഇങ്ങനെ, അവരെന്താ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഇല്ലാത്ത പിമ്പിൾ ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കും. കൂടും ആ സമയത്ത്, ടെൻഷനും കൂടി അടിക്കുമ്പോൾ കൂടും. പക്ഷെ എനിക്കറിയില്ല ഇവരൊക്കെ എന്തിനാണ് ബാക്കിയുള്ള ആളെ കാര്യത്തില് ഇത്രയും, സ്വന്തം കാര്യത്തിൽ ഈ ഒരു കൺസേൺ പോലും ഇല്ല. മീൻസ് ഒരു ഡ്രസ്സിങ്ങോ ഒരു ലൈഫോ പോലും ഇല്ലാത്ത ആൾക്കാരാണ് ബാക്കിയുള്ള കാര്യത്തിൽ നെഗറ്റീവ് കണ്ടുപിടിക്കുന്നത്. അതാണ്. പിന്നെ ഇല്ലേ മാം, ഗോൾഡ് നമ്മള് പുതിയ ഗോൾഡ് ഒക്കെ ഇട്ടിട്ട് പോകുമ്പോ ചോദിക്കില്ലേ അയ്യോ പുതിയത് വാങ്ങിയോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഗോൾഡ് ഒന്നും ഇടാതെ പോകുമ്പോ അയ്യോ എല്ലാം പോയി, അത് പണയം വെച്ചോ, വിറ്റ് നശിപ്പിച്ചു കളഞ്ഞോ എന്ന് ചോദിക്കുന്ന ചിലര് ഉണ്ട്. അതായത് നമ്മൾ പുതിയത് ഇട്ടപ്പോ അവൾക്ക് ക്യാഷ് ഒക്കെ ഉണ്ട്, അവള് പുതിയ ഗോൾഡ് വാങ്ങിയിട്ടെ, എത്ര പവനുണ്ട് എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് പോയാൽ പറയും അതെല്ലാം പോയി നശിപ്പിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അത് അയ്യോ അവളെല്ലാം കൊണ്ട് പണയം വെച്ചോ വിറ്റോ എന്നൊക്കെ പറയുന്ന കുറച്ച് നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ ഈ മാരേജ് ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത്. ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടായിരുന്നു.
ഉണ്ണി ഞാൻ പ്രസവിച്ച സമയത്ത് ഉണ്ണി തീരെ കുഞ്ഞായിരുന്നു. അപ്പോ അധികം തൂക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ കാണാൻ വരുമ്പോഴൊക്കെ പറയും പാലില്ലേ, കുട്ടിക്ക് പാല് കൊടുക്കണില്ലേ. പിന്നെ ഇപ്പൊ ഞാൻ ആ സമയത്ത് എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ ആളാണെന്ന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അമ്മ നോക്കണില്ലേ, മരുന്ന് തരുന്നില്ലേ, ഒഴിയണില്ലേ, വയറ് പോയില്ലല്ലോ, അങ്ങനെ എല്ലാത്തിനും. അതായത് ഇവരുടെ മക്കളെ ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഭയങ്കര കൺസേൺ ആയിരിക്കും എപ്പോഴും എല്ലാ കാര്യത്തിനും ഇങ്ങനെ. പക്ഷെ ആ സമയത്ത് അവസാനം ഇത് കേട്ട് എനിക്ക് ഡിപ്രഷൻ വരെ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇത് തന്നെ, നമുക്ക് എന്നാ ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരുമാണ്, അതാണ് പ്രശ്നം. അപ്പൊ എപ്പോഴും വരലും പിന്നെ ഇതന്നെ, എപ്പോഴും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നോക്കണില്ലേ, പാല് കൊടുക്കണില്ലേ, പാലില്ലേ, ഇതൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു ആ സമയത്ത്. അതേപോലെ മാം 2 കുഞ്ഞുങ്ങളുള്ള പേർക്ക് മൂത്ത കുഞ്ഞ് നല്ല തടിച്ചിട്ടാണെങ്കിൽ ഇളയ കുഞ്ഞ് മെലിഞ്ഞിട്ടാണെങ്കിൽ പറയും മൂത്ത കുഞ്ഞിനെ നോക്കിയോളൂ, ഇളയ കുഞ്ഞായപ്പോൾ അതിനെ നോക്കാൻ നോക്കില്ല, ഒന്നിനെ വളർത്തിയപ്പോഴത്തേക്കും അത് മതിയായി കാണും, അതുകൊണ്ടാണ് രണ്ടാമത്തെ കുഞ്ഞിനെ നോക്കാത്തത്. എൻ്റെ മൂത്ത മോള് തടിച്ചിട്ടാ, അവള് ആളുണ്ട്. ഇളയ കുഞ്ഞ് മെലിഞ്ഞ കുഞ്ഞാ. അപ്പോൾ കുറേ എനിക്ക് ഇപ്പൊ അത് പറഞ്ഞതുപോലെ നവമി പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ഇളയ കുഞ്ഞിന്റെ ഫോട്ടോസ് ഒന്നും അധികം ഇടില്ല. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്പയറിങ്. മൂത്ത കൊച്ചു നല്ല തടിച്ചിരിക്കുന്നു, ഇളയ കൊച്ചു ഇങ്ങനെ മെലിഞ്ഞ, അത് അവള് നോക്കാത്തതുകൊണ്ട് അവൾക്ക് നോക്കാൻ സമയമില്ല. ആദ്യം കിട്ടിയ കുഞ്ഞായതുകൊണ്ട് നന്നായിട്ട് നോക്കിയത് കൊണ്ടാണ് മൂത്ത കുഞ്ഞങ്ങനെ നന്നായിട്ടിരിക്കുന്നത് എന്ന് പറയും. പക്ഷെ മൂത്ത കുഞ്ഞിന്റെ ഫോട്ടോസ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും അവൾ അതേ ഏജിലുള്ള കുഞ്ഞിനെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് പറയുമായിരുന്നു. എൻ്റെ മൂത്ത മോള് നടന്നപ്പോ 1.25 വയസ്സൊക്കെ ആയി. അപ്പോൾ അവള് തടിച്ചിരുന്നത് കൊണ്ടാണ് നടക്കാൻ ലേറ്റ് ആയത്. അവളെ കൂട്ടത്തിലുണ്ടായിരുന്ന ഉണങ്ങിയ ആളില്ലാത്ത കുഞ്ഞ് പെട്ടെന്ന് നടന്നു, അത് ഉണങ്ങിയത് കൊണ്ടാണ് പെട്ടെന്ന് നടന്നത്. അപ്പോൾ ഇളയ കുഞ്ഞിൻ്റെത് വന്നപ്പോൾ എൻ്റെ 2 മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടാ കമ്പയറിങ്. ഒരാള് നല്ല തടിച്ചിട്ടാ, ഒരാള് ഇളയാളിനെ നോക്കാത്തോണ്ടാ, ഫുഡ് നേരെ കൊടുക്കില്ല, സമയമില്ല, അങ്ങനെ. ഞാൻ കുറെ എൻ്റെ ഇളയ മോൾക്ക് ഇപ്പോൾ 2-2.5 വയസ്സായി. പക്ഷെ ആ ടൈമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. നമ്മൾ 2 മക്കളെ നമ്മൾ ഒരേപോലെയല്ലേ നോക്കൂ. പക്ഷെ ഈ ഇങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കെ, നോക്കാത്തോണ്ടാ, നേരെ പാല് കൊടുക്കില്ല, ഫുഡ് നേരെ കൊടുക്കില്ല, സമയത്ത് കൊടുക്കാത്തോണ്ടാ, പിന്നെ മൂത്ത കുഞ്ഞിന്റെ പിറകെ അവളെ കാര്യങ്ങൾ ചെയ്ത് നടക്കും, ഇളയാളിനെ നോക്കാൻ സമയമില്ല എന്നൊക്കെ. ഇപ്പൊ എനിക്ക് വിഷമമില്ല, എനിക്കറിയാം അവൾക്ക് ഫുഡ് കൊടുത്താലും അവൾ അങ്ങനെ ഇരിക്കൂ എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട്. എന്നാലും നന്നായിട്ടൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നും. എനിക്ക് രണ്ടുപേരെയും ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ മൂത്തയാൾ നന്നായിട്ടിരിക്കും. അപ്പൊ ഞാൻ പൊതുവെ ഫോട്ടോ ഒന്നും ഇടില്ല, ഇങ്ങനെ ഈ ഒരു കമന്റ് വരുന്നോണ്ട്. അതിപ്പോ നവമി പറഞ്ഞ പോലെ അവിടുത്തെ കുട്ടികളുടെ കാര്യമൊന്നും നോക്കൂല. ചിലപ്പോ അവിടുത്തെ പറയുന്ന വീട്ടിലെ കുട്ടികളൊക്കെ ചിലപ്പോ മെലിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളെ ഇങ്ങനെ തേടി പിടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറ്റം പറയാനായിട്ട് കുറേ പേരുണ്ട്. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്താലും നമുക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ടും ഫീൽ ആവും. ചിലവർക്ക് അത് ഭയങ്കര അവർക്കൊരു മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യം. മറ്റുള്ളവർ വിഷമിക്കണ കാണുമ്പോ, മറ്റുള്ളവരെ നെഗറ്റീവ് പറയുമ്പോ, ചിലപ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ലെങ്കിൽ പോലും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ്ട് കഴിഞ്ഞ് നമ്മളെ വിഷമിപ്പിച്ചിട്ട് അവരങ്ങോട്ട് ഒരു പാട്ടിന് പോകും. അങ്ങനെ ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പൊ എന്റെ മോന് 7 വയസ്സ്. അപ്പോ രണ്ടാമത്തെ കുട്ടി ആയില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വേണ്ടാന്ന് വെച്ചിട്ടാണോ? ഇപ്പോഴത്തെ ഇഷ്യൂ അതാണ്. പഴയതൊക്കെ കഴിഞ്ഞു, ഇനി പുതിയത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊരിക്കലും തീരില്ല. ഈ ഏറ്റവും എല്ലാവരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിഫൻസ് മെക്കാനിസം ലൈഫ് ലോങ് ഉണ്ടായിരിക്കും. ഈ നെഗറ്റിവിസം എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് എല്ലാവരുടെ ലൈഫിലും. അതില്ലാത്ത ഒരാൾ പോലും ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ആനിമൽസിന് പോലും ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന് തീരുമ്പോ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ആദ്യത്തെ കുഞ്ഞ് കഴിഞ്ഞ് ഇനിയിപ്പൊ രണ്ടാമത്തെ കുഞ്ഞ്, ഇനിയിപ്പോ അത് വന്നാലും പ്രശ്നമായിരിക്കും. ഇത് സെയിം എനിക്കും. പറ്റൂല. എന്റെ മോൾക്ക് 7 വയസ്സ് കഴിഞ്ഞ്. ഇപ്പൊ കൊറേ ആയി ചോദിക്കുന്നത്, അടുത്ത കുട്ടിയായില്ലേ. ഭയങ്കര ചോദ്യാണ്. ഇപ്പൊ ഞാൻ ഒന്നിനും മറുപടി കൊടുക്കലില്ല. അപ്പൊ ഇത് കൊറേ ആളുകൾ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. നെഗറ്റീവ്സ് എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണെന്ന് മനസ്സിലായി. ഓക്കെ.
അപ്പോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നാളെ ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക്. ഇപ്പൊ തന്നെ അഡ്വാൻസ് പറയുവാണ്, നാളെ എന്റെ ക്ലാസ് ആയിരിക്കും നിങ്ങളുടെ. അപ്പോ ബാക്കി ഇനി 3 എണ്ണം കൂടി ഉള്ളൂ നമുക്ക്. അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് പാർട്ട് 4 പോവാം. ഓക്കെ. അപ്പൊ ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്ന? ആരാണ് സൈൻ ഔട്ട്? സൈൻ ഔട്ട് ചെയ്യാൻ ആളില്ലേ? ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം മാം. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. Good afternoon, ma'am and dear friends. I am Shabna. Thank you, Ashwati ma'am, for this wonderful class. I appreciate your guidance and support. Let's make the most of our time together and have a great class. Topic. Today topic is defense mechanism. We studied details about this topic. Once again, a wonderful thank you, ma'am. ഓക്കെ, താങ്ക് യു. അപ്പൊ നാളെ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you, ma'am.